അതുകൊണ്ടാണ് സെൽഫി എടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട മലബാറിന്റെ മക്കളോട് ഞാൻ പറഞ്ഞത്, പൊന്നുമോനെ വെള്ളത്തുണി കൊണ്ട് നിന്റെ ശരീരം ഒന്ന് മൂടുക, എന്നിട്ട് നിന്റെ വീടിന്റെ ഉമ്മറത്ത് നീ ഒന്ന് കിടക്കുക, 2 പഞ്ഞെടുത്ത് മൂക്കിലേക്ക് വെക്കുക, എന്നിട്ട് മൊബൈൽ ഓണാക്കി ഒരു സെൽഫി എടുക്കുക. അത് തമാശയല്ല ചെറുപ്പക്കാരാ. എന്നിട്ട് രാവിലെയും വൈകുന്നേരവും ഒക്കെ അത് നോക്കുക, അത് നോക്കിയിട്ട് കിടക്കുക, അത് നോക്കിയിട്ട് കിടക്കുക. അല്ലാഹുവേ, ഈ ഒരവസ്ഥ എനിക്ക് വരുമല്ലോ എന്ന ചിന്ത നിന്നെ നേതൃത്വം തരട്ടെ, ആ ചിന്ത നിന്നെ നയിക്കട്ടെ. നിങ്ങൾക്കറിയോ പ്രിയപ്പെട്ടവര്, ഈ മലപ്പുറം ജില്ലയുടെ ഒരു പ്രിയപ്പെട്ട കുടുംബം, ഈ മലപ്പുറം ജില്ലയുടെ ഒരു പ്രിയപ്പെട്ട കുടുംബം ചികിത്സിക്കാൻ പൈസയില്ലാതെ, ചികിത്സിക്കാൻ കാശില്ലാതെ ആത്മഹത്യക്ക് ഒരുങ്ങിപ്പോയ കുടുംബമാണ്. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാനിത് പറയുമ്പോ ഇതിനിടയിൽ ഒരുപാട് ആളുകൾ ഉണ്ടാകുമല്ലോ. എന്റെ ഭർത്താവിന്റെ ക്യാൻസർ രോഗം ചികിത്സിക്കാൻ പൈസയില്ലാതെ ഭർത്താവിന്റെ കണ്ണീര് കണ്ടപ്പോ അത് RCCയിൽ വന്ന്, വള്ളക്കടവ് പള്ളിയിൽ വന്ന്, പിരിവിന് വന്ന് 650 രൂപ കിട്ടിയപ്പോ പൊട്ടിക്കിടന്ന് കൊണ്ട് പറഞ്ഞു, ഉസ്താദേ ഒരു ഗുളികയ്ക്ക് തികയില്ല ഉസ്താദേ, ഞാനും എന്റെ മക്കളും ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് പോയ പ്രിയപ്പെട്ട ഉമ്മ പോയിട്ട് സമാധാനം കിട്ടിയില്ല. അവിടുത്തെ സംഘാടകരെ കൊണ്ട്, എന്റെ ചെറുപ്പക്കാരെ കൊണ്ട് അവരെ വിളിപ്പിച്ചു. നിങ്ങൾ എവിടെയാ താമസിക്കുന്നത്? മലപ്പുറം ജില്ലയില. അവര് വിഷം കഴിച്ചു മരിക്കാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞ് പൈസ കിട്ടാൻ വേണ്ടിയിട്ടല്ല. ഹോസ്പിറ്റലിൽ ആളെ വിട്ട് പരിശോധിച്ചപ്പോ ഭർത്താവ് ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. ഓരോ ദിവസവും 10,000 രൂപ വേണമല്ലോ. നിങ്ങളുടെ മക്കളെന്തിനാ പഠിക്കുന്നതെന്ന് ചോദിക്കുമ്പോ മക്കളൊക്കെ വീടും കുടുംബവും വിറ്റ് നല്ലതുപോലെ പഠിപ്പിച്ചതാ. അതിലൊരു പ്രിയപ്പെട്ട പൊന്നുമോ, നീയെ അറബിക്കിന് പഠിക്കുന്ന മോളാണ്, നല്ലതുപോലെ എഴുതാൻ അറിയുന്ന, നല്ലതുപോലെ അറബി എഴുതാൻ അറിയുന്ന പെണ്ണാണ്. ആ പ്രിയപ്പെട്ട ഉമ്മ പിന്നീട് പറഞ്ഞത്, ഉസ്താദേ ഞങ്ങൾ ആത്മഹത്യ ചെയ്തില്ല. എന്തുകൊണ്ടെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ എന്നോടൊരു കാര്യം പറഞ്ഞു ഉസ്താദേ, ആ കാര്യം കേട്ടപ്പോ ഞങ്ങൾക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നിയില്ല. എന്തെന്നറിയോ? എന്റെ പെണ്ണോളെ പഠിക്കണം മോളെ, എന്റെ മഞ്ചേരിയിലെ ചെറുപ്പക്കാരാ പഠിക്കണം മോളെ, നല്ലതുപോലെ അറബി എഴുതുന്ന മോള് പറയുകയാണ്, എന്റെ ഉമ്മച്ചി വാപ്പച്ചിയെ ചികിത്സിക്കാൻ ഒരു മാർഗം പറയട്ടെ. ഞാൻ എന്റെ മൊബൈലിന്റെ യൂട്യൂബിലൂടെ, എന്റെ മൊബൈലിന്റെ യൂട്യൂബിലൂടെ അസ്മാഉൽ ഹുസ്ന ഞാൻ എടുത്തു. ഉമ്മ യാ അല്ലാഹു യാ റഹ്മാൻ യാ റഹീം യാ മലിക് യാ ഖുദ്ദൂസ് യാ സലാം യാ മുഅ്മിൻ യാ മുഹൈമിൻ യാ അസീസ് യാ ജബ്ബാർ യാ മുതകബ്ബിർ യാ ഖാലിഖ് യാ ബാരി യാ മുസബ്ബിർ യാ ഗഫാർ യാ ഖഹാർ യാ വഹാബ് യാ റസാഖ് യാ സത്താർ. അല്ലാഹുവിന്റെ 99 നാമങ്ങളെ ഞാൻ അതിലൂടെ കണ്ടു. ഉമ്മ ആ 99 നാമങ്ങൾ ഞാനും കൈ കൊണ്ട് മനോഹരമായ കളർ മഷി കൊണ്ട് ഒരു കടലാസിൽ എഴുതി. ഉമ്മ എന്റെ വാപ്പാടെ ചികിത്സയ്ക്ക് വേണ്ടിയാണെന്ന് അടിയിൽ എഴുതിയിട്ട് അല്ലാഹുവിന്റെ 99 നാമങ്ങൾ എന്റെ കൈ കൊണ്ട് എഴുതി വളരെ ഭംഗിയോടെ കളർ ചെയ്തിട്ട് അതിന്റെ കോപ്പി എടുത്തിട്ട് അല്ലാഹുവിന്റെ പള്ളിയുടെ മുമ്പ് കൊണ്ടുപോയി ഇരിക്കാവുന്ന മനസാക്ഷി മരവിച്ചു പോയവരുടെ മുമ്പിൽ നമുക്കിനി കൈനീട്ടുണ്ടാവുന്ന മനസാക്ഷി മരവിച്ചു പോയവരുടെ മുമ്പിൽ എന്റെ പൊന്നാകുന്ന കൈനീട്ടുണ്ടാവുമ്പ നിസ്കാരങ്ങളെ കൂട്ടിത്തിറങ്ങി പോകുന്ന ആ പാസമാണ് എന്റെ വാപ്പാക്ക് വരുന്നോ ഒരു കാരണം കൊണ്ടുപോലും വേണ്ടവുമ്പ വിവാദത്തില്ലാതെ ജീവിക്കുന്നവന്റെ പ്രസന്തിലാണ് കൈനീട്ടുമ്പോ തരില്ല എന്ന് പറയുന്ന അഹങ്കാരികളാണ് എന്റെ വാപ്പാന്റെ രോഗമാറുണ്ടാവുമ്പ എന്ന് പറഞ്ഞിട്ട് ആ പൊന്നുമോള് അസ്മാഉൽ ഹുസ്ന എഴുതിയിട്ട് ഓരോ ദിവസവും ദൂരം ശരിയാക്കി ഉമ്മച്ചിക്ക് കൊടുക്കുകയാണ്. അല്ലാഹേ, അതിങ്ങനെ കൊണ്ടുനടന്ന് അവസാനം ദുബായിലെ ഏറ്റവും നല്ലൊരു ബിസിനസ്സുകാരനാ തിരുവനന്തപുരത്ത് ഭീമാപണിയിൽ ജുമയ്ക്ക് വന്നപ്പോ ആ പ്രിയപ്പെട്ട ഉമ്മാർ അസ്മാഉൽ ഹുസ്നയുടെ എഴുത്ത് കണ്ടപ്പോ സഹോദരന്റെ പൂർണ്ണമാറും നാട്ടിലെടുത്തുകൊള്ള അല്ലാഹു അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്തോ ഒരു പൊന്നുമോ പെങ്ങളെ എന്റെ വാപ്പച്ചിക്ക് വേണ്ടിയാ, നിങ്ങളെ കെട്ടിച്ചു വിടാനുള്ള വാപ്പച്ചിയാ, നിങ്ങളെ നോക്കാനുള്ള വാപ്പച്ചിയാ, നിങ്ങളെ സംരക്ഷിക്കാനുള്ള വാപ്പച്ചിയാ, എന്റെ പൊന്നാട് വാപ്പച്ചിക്ക് വേണ്ടിയുള്ളതാ എന്ന് പറഞ്ഞ് എഴുതി ഓരോ പേരും പൊട്ടിക്കരഞ്ഞു പോയ ആ പെണ്ണിന്റെ മനസ്സിൽ
ചിന്തക്ക് മാർക്ക് കൊടുത്തിട്ട് അല്ലാഹുവിന്റെ സഹായന്റെ മോളിൽ ഇറങ്ങി വന്നില്ലേ? ആ പ്രിയപ്പെട്ട സഹോദരന് പൂർണ്ണസിനോടെടുക്കാൻ ആ സഹോദരൻ തയ്യാറായി. അല്ലാഹുവേ, ആ കുടുംബം രക്ഷപ്പെട്ടു പോയില്ലേ? നന്മയുള്ളവരാകുക, നല്ല മനസ്സുള്ളവരാകുക, നല്ലത് ചിന്തിക്കുന്നവരാകുക. ഇല്ല,